നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സർ, വന്ദേ മാതരം. വന്ദേ മാതരം പ്രശാന്തേ, വന്ദേ മാതരം. സർ, ഈ പഴുതടച്ച സുരക്ഷ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ പഴുതടച്ച സുരക്ഷ ഏർപ്പെടുത്തിയിരുന്ന ഒരു രാഷ്ട്രമാണ് അമേരിക്ക. ആ അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ ഇരട്ട ഗോപുരത്തിലേക്ക് പണ്ട് 2001 സെപ്റ്റംബർ 9 സെപ്റ്റംബർ 11 9/11 സെപ്റ്റംബർ 11 ഒരു വിമാനം കൊണ്ടിടിച്ച് കയറ്റി 2 ഗോപുരങ്ങളെ തകർത്ത് വലിയ നാശനഷ്ടങ്ങളുണ്ടാക്കിയത്. അതിനുശേഷം ലോകം വളരെ ജാഗ്രതയിലാണ്. പ്രത്യേകിച്ച് ഈ വിമാനം ഇങ്ങനെ റാഞ്ചിക്കൊണ്ടുപോയി ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ, അന്ന് പെൻറ്റഗൺ പോലും ആക്രമിക്കാൻ ഒരു ശ്രമം നടത്തി എന്നാണ്. അല്ല, പെൻറ്റഗൺ ആക്രമിച്ചു. അത് ഡൗൺ പ്ലേ ഷൂട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ലോകത്തെല്ലാ രാഷ്ട്രങ്ങളും അതീവ ജാഗ്രതയോടെയാണ് ഈ വിമാന സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതാ നമുക്ക് അടുത്ത കാലത്തൊരു വാർത്ത. ഇത് ജൂൺ 26 ഈ തൊട്ട് കഴിഞ്ഞ മാസം ഇതുപോലെ ഒരു ചെറിയ വിമാനം ഒരു വലിയ ഗോപുരത്തിൽ, വലിയ ഉയർന്ന നിലകളുള്ള ഒരു കെട്ടിടത്തിൽ കൊണ്ടിടിച്ച് കയറ്റാൻ ശ്രമിച്ചു. സംഭവം നടന്നിരിക്കുന്നത് ചൈനയിലാണ്. പക്ഷേ ഇതിൻ്റെ വാർത്തകളൊന്നും പുറത്തു വന്നിട്ടില്ല. ചൈന ചെറിയ അറ്റവും മുറിയും ഒക്കെ പുറത്ത് വിട്ടിട്ടുണ്ട്. അവിടെ ബെയ്ജിങ്ങിൽ ഏറ്റവും വലിയ തലപ്പൊക്കമുള്ള കെട്ടിടത്തിൽ ഇതുപോലെ ഒരു വിമാനം കൊണ്ട് ഇടിച്ച് കയറ്റി അപകടം സൃഷ്ടിച്ച് ഇങ്ങനെ ഒരു വലിയ കോലാഹലം ഉണ്ടാക്കാൻ, ഒരു ദുരന്തം ഉണ്ടാക്കാൻ ഒരു ശ്രമം നടന്നു എന്നാണ് ചൈന പറയുന്നത്. എന്താണ് സർ ചൈനയിൽ സംഭവിച്ചിരിക്കുന്നത്? വല്ല അട്ടിമറിയുമാണോ? ഈ ചൈന പ്രശാന്ത് പറഞ്ഞ പോലെ അമേരിക്ക പഴുതടച്ച സുരക്ഷ ആണ്. ചൈനയിൽ പഴുതില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അത് ചൈനീസ്, അതും ബെയ്ജിങ് ഏറ്റവും സൂക്ഷ്മമായ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് വെപ്പ്. അല്ല, അങ്ങനെയാണ് നമ്മളൊക്കെ കരുതുന്നത്. അപ്പം ഈ ചൈനയിൽ ഒരുപാട് അന്വർത്ഥങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ലേറ്റസ്റ്റ് ജനറൽമാര് 50 പേരെ കാണാനില്ല. അല്ല, 100 പേരെ കാണാനില്ല. അവരുടെ ലേറ്റസ്റ്റ് കാര്യങ്ങൾ നമുക്ക് പിന്നെ ഒരു ദിവസം ചെയ്യാം. ഇപ്പം ലേറ്റസ്റ്റ് വേറെ ഡെവലപ്മെന്റ് ഉണ്ട്. അവരുടെ PLA, പീപ്പിൾസ് ലിബറേഷൻ ആർമിക്കകത്തൊക്കെ പല പ്രശ്നങ്ങളുണ്ട്. നമുക്ക് പിന്നെ ഒരു ദിവസം സംസാരിക്കാം. അപ്പം ഈ ചൈന എന്ന് പറയുന്നത് പിന്നെ ബെയ്ജിങ്, അതായത് CCP, അവരുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വലിയൊരു കോംപ്ലക്സ്. പിന്നെ ബെയ്ജിങ് ഇന്റർനാഷണൽ എയർപോർട്ട്, പിന്നെ ടിയാനൻ സ്ക്വയർ, ഇതെല്ലാം ബെയ്ജിങ് ഇന്റർനാഷണൽ എയർപോർട്ട് മാത്രമേ 25 കിലോമീറ്റർ ദൂരെയാണ്. എന്ന് പറഞ്ഞാൽ ഈ കൊണ്ടിടിച്ച പ്ലെയിൻ 1 മിനിറ്റ് മതി 25 കിലോമീറ്റർ, അല്ലെങ്കിൽ 2 കിലോമീറ്റർ. മറ്റതൊക്കെ അര മിനിറ്റിനകത്തുള്ള ഇതാണ്. ടിയാനൻ സ്ക്വയറും പിന്നെ ഇതും CCPയുടെ ആസ്ഥാനവും അത് 6.5 കിലോമീറ്ററേ ഉള്ളൂ ഈ ഇടിച്ച സ്ഥലത്തുനിന്ന്. അപ്പം ചൈനയിൽ ആകെ പ്രശ്നമായി കിടക്കുകയാണ്. പക്ഷേ ഈ പഴയ സോവിയറ്റ് യൂണിയൻ ഇതൊന്നും പുറത്തു വന്നിട്ടില്ല. പഴയ സോവിയറ്റ് യൂണിയനിലും ചൈനയിൽ ഇപ്പോഴും അത് തുടർന്ന് പോകുന്നു. ഒന്നും കിട്ടില്ല. ഈ വെസ്റ്റേൺ മീഡിയയും പിന്നെ ആർക്കും ഇത് ചെയ്യാൻ പറ്റില്ല. ഫോട്ടോ എടുക്കാനോ വീഡിയോ പിടിക്കാനോ പറ്റില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും വിദേശ മാധ്യമങ്ങൾ ആ സമയത്ത് അവർക്ക് അറിയാവില്ലല്ലോ ഇത് വരുമെന്ന്. എങ്കിൽ പറ്റും. അപ്പോൾ ഒന്നും പറ്റില്ല. ഇത് വെളിയിലോട്ട് അഥവാ എടുത്താലും വെളിയിലോട്ട് അയക്കാൻ പറ്റില്ല. പിന്നെ അവരൊരു പത്രക്കുറിപ്പ് തരും. അത് ചൈനീസ് ഗവൺമെൻറ് അത് വായിച്ച് നമ്മളെല്ലാം സംതൃപ്തി അടഞ്ഞാണ്. കള്ളമായാലും സത്യമായാലും അവർ പറയുന്ന കാര്യങ്ങളെ ചൈനയിൽ നടക്കുള്ളൂ. അങ്ങനെയാണത് എത്രയോ വർഷങ്ങളായിട്ട്. അപ്പോൾ ഇത് 26-ാം തീയതി ഒരു പുരുഷൻ 66 വയസ്സായ ഒരു പുരുഷൻ, ചൈനീസ് ഗവൺമെന്റ് പറഞ്ഞത് വൃദ്ധനാണ്. ഉറക്കം 66 വയസ്സ് വൃദ്ധൻ എന്ന് ഞാൻ പറയില്ല. ഇപ്പൊ എല്ലാം തുടങ്ങുന്നത്, യൂത്ത് തുടങ്ങുന്നത്
50 വയസ്സിലാണെന്നാണ് പറയുന്നത്. ഓ, അത് ഇപ്പോൾ ശരി. 80ആണ്. അതൊക്കെ പോയി. ഇത് നമ്മുടെ വെസ്റ്റേൺ കൺസെപ്റ്റ് അനുസരിച്ച് അതെല്ലാം മാറി. അപ്പോൾ ഒരു മധ്യവയസ്കൻ എന്ന് പറയാം. അല്ല, മാത്രമല്ല ചൈനീസും ജാപ്പാനീസും ഒക്കെ എത്ര വയസ്സായാലും അത് പഴയതുപോലെ ഇരിക്കും. അവരുടെ ഒരു DNA അങ്ങനെയാണ്. അപ്പം 66 വയസ്സുണ്ടായിരുന്നു. ഇത് ചൈനീസ് ഗവൺമെൻറ് പറയുന്നതാണ്. അങ്ങേര് ഉറങ്ങിയിട്ട് കുറേ ദിവസമായി. അപ്പോൾ ഉറങ്ങി അങ്ങേര് ഈ പ്ലെയിൻ കൊണ്ട് ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ ബെയ്ജിങ്, അതായത് 585 മീറ്ററോ മറ്റാണ് അതിൻ്റെ പൊക്കം, കൊണ്ടിടിച്ചു എന്നാണ്. ഇപ്പം സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ തർക്കമൊന്നുമില്ല. ഒരു BP ഒരു ചെറിയ ഒരു യാത്രാവിമാനമാണ് അത്. അതിൻ്റെ BP എനിവേ അത് BP 22 എന്നോ അങ്ങനെ എന്തോ പറയുന്ന ഒരു വളരെ ചൈനീസ് മേക്കിലുള്ള ചെറിയ ഒരു യാത്രാവിമാനമാണ്. ആ വിമാനം കൊണ്ട് ഇടിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത്, അതായത് വേറെ ഒരിടത്തൊന്നും ഒന്നും വരുന്നില്ല. ഹോങ്കോങ് ചൈനയുടെ ഭാഗമാണെങ്കിലും അവിടെ നിന്നാണ് നല്ല ന്യൂസുകളും വരുന്നത്. കുറച്ച് ലിബറലാണ്. കാൻഡണീസ് ആണ് സംസാരിക്കുന്നത്. മറ്റേ നമ്മുടെ ഇതല്ല, ചൈനീസ് ഭാഷ, മണ്ടാരനല്ല. അപ്പോൾ അവിടുന്ന് വരുന്ന ഒരു ന്യൂസ് ഞാൻ വായിച്ചത്, അതിനകത്ത് പറയുന്നത് ഒരു ലേഡി 50 വയസ്സ് ഏർലി 50s ഒരു ലേഡി, അവർക്ക് കുഴപ്പമൊന്നുമില്ല, അവരിത് സൂയിസൈഡലായിട്ട് കൊണ്ടിടിച്ചാണ്. പക്ഷെ ആത്മഹത്യ ചെയ്യാനാണോ അതോ വല്ല ജനറലിൻ്റെ ഭാര്യയാണോ ഈ സാക്ക് ചെയ്തല്ലോ ജനറൽസ്. അപ്പോൾ പല ഈ ഒരു സംഭവം പല രീതിയിലാണ് ഓരോരുത്തരിൽ ഇന്റർപ്രറ്റ് അല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെയാ അത് അവരാരെങ്കിലും ആണോ, പിന്നെ വല്ല ആളുകളെ ഫയറിംഗ് സ്ക്വാഡിൽ കൊണ്ടുപോയി കൊന്ന അവരുടെ ആരെങ്കിലും ആണോ? പിന്നെ ഈ ഇന്ത്യയിലൊരു മൈക്രോലൈറ്റ് അല്ല, അതിനേക്കാളും വലുതാണ്. ഇന്ത്യയിൽ ഒരു പ്ലെയിൻ റാഞ്ചി, അമേരിക്കയിൽ ഒരു പ്ലെയിൻ റാഞ്ചി കൊണ്ട് ഇടിക്കുന്ന പോലെ അല്ല ചൈനയിൽ. ദാറ്റ് ഈസ് ഇമ്പോസിബിൾ. അത് ബുദ്ധിമുട്ടാണ്. അവിടെ പ്രൈവറ്റ് പ്ലെയിനൊന്നും ഓടിക്കാൻ പറ്റില്ല, എല്ലാം ചൈനീസ് ഗവൺമെൻറ്റിൻ്റെയാണ്. അപ്പോൾ ഇത് ട്രെയിനർ വിമാനമാണ്. അപ്പം ഇവർ പറയുന്ന മൊത്തം കള്ളമാണ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് പുറത്തിറക്കിക്കുന്നതിൻ്റെ എവിഡൻസ് ബാക്കഡ് ആയിരിക്കണം. ഒരു എവിഡൻസും ഇല്ല. ഇപ്പം എവിഡൻസ് എന്ന് പറഞ്ഞാൽ റഡാർ ട്രാക്സ്. ഇപ്പോൾ ഒരു അപകടം ഇങ്ങനെ ഈ വെളിയിലുള്ള ഏജൻസീസ്, ഇപ്പം ഇന്ത്യയിലൊരു അപകടം നടന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഗുജറാത്തിലൊരു അപകടം നടക്കും, വെളിയിലുള്ള ആളുകളൊക്കെ ഇതൊക്കെയാണ് നോക്കണേ. റഡാർ ട്രാക്സ്, എയർ ഡിഫൻസ് ലോഗ്സ്, ഓപ്പറേറ്റർ റെക്കോർഡ്സ്, മെഡിക്കൽ ഫയൽസ്, ഫുൾ ക്രാഷ് സൈറ്റ് റിപ്പോർട്ട്സ്, ഇങ്ങനെയൊക്കെയുള്ള സംഗതികളാണ്. ഇതെല്ലാം നോക്കും. ഇത് ഈ ഉറക്കം തൂങ്ങി കൊണ്ട് ഇടിച്ചവൻ ആരെന്ന് പറഞ്ഞിട്ടില്ല. ഇത് എവിടെ നിന്ന് പറഞ്ഞില്ല. അവൻ്റെ പടമില്ല. പടം ഉണ്ടെങ്കിൽ ഒരു പടം കയറ്റാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ സ്ത്രീയെ പറ്റി ഒരിടത്തും ഒരു പരാമർശമില്ല. മാത്രമല്ല 26-ാം തീയതി നടന്നിട്ട് ഈ സംഭവം പുറത്തു വരുന്നത് അല്ല, ഈ അവരുടെ ഒരു നാഷണൽ സ്റ്റേറ്റ് മീഡിയ ഉണ്ട്. ഇതൊരു വലിയ സംഭവമാണ് ചൈനയെ സംബന്ധിച്ചോളം. എയർ ഡിഫൻസ് മെക്കാനിസം ഇല്ല ബെയ്ജിങ്ങിൽ. നമ്മളിടയ്ക്ക് ഒരു നമ്പർ ഇട്ടു, ഇവിടുന്ന് ഒരു ബ്രഹ്മോസ് തട്ടി പാകിസ്ഥാനിലോട്ട് ഇട്ടു. നമുക്കൊരു സംശയം, ലാഹോറിലോ വല്ലോ എയർ ഡിഫൻസ് ഒന്നുമില്ല. അപ്പോൾ പറഞ്ഞു അയ്യോ അത് തെറ്റി, ഇവിടുന്ന് പരീക്ഷണം നടത്തിയപ്പോൾ അപ്പുറത്ത് പാകിസ്ഥാൻ വല്ലതും മിണ്ടാൻ പറ്റുമോ? അങ്ങനെ. അപ്പോൾ അതേപോലെ ഇത് ആരെങ്കിലും ടെസ്റ്റ് ചെയ്തതാണോ? അവിടെ എയർ ഡിഫൻസ് മെക്കാനിസം ഇല്ല എന്നുള്ള മനസ്സിലായി. എയർ ഡിഫൻസ് മെക്കാനിസം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ആകാം. ഇനി അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ ചൈനയ്ക്കകത്ത് തന്നെ? ഇപ്പൊ എയർഫോഴ്സിന്റെ ചീഫിനെ അവർ തട്ടിയല്ലോ ഈ കുറച്ച് കഴിഞ്ഞ വർഷം മറ്റോ. എന്നിട്ട് വേറെ ആരെയാണ് ഈ പരേഡിനൊക്കെ പങ്കെടുപ്പിച്ചത്. അപ്പൊ ഇത് ആരൊക്കെ എവിടെയൊക്കെ പോയെന്ന് വെച്ചാൽ ആർക്കും അറിഞ്ഞൂടാ. അപ്പോൾ അതാണ് ഇപ്പം. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷനും ഇതിനെപ്പറ്റി പുറത്ത് വരുന്നില്ല. ഇൻഫർമേഷൻ കൺട്രോൾ ഈസ് എക്സ്ട്രീം എന്നുള്ളതാണ്. അതായത് ഇഫ് എ ലാർജർ എയർക്രാഫ്റ്റ്, മോർ എയർക്രാഫ്റ്റ് ലൈക്ക് 9/11 had come and hit the same building, കാഷ്വാലിറ്റി ഒരുപാടുണ്ടാവും. ഡിഫറെൻറ്റ് കോസ് ഹാഡ് ബീൻ ഇൻവോൾവ്. അപ്പോൾ ഇതൊന്നും അതിന് പകരം ഒരു മൈക്രോ ലൈറ്റിൻ്റെ, എന്നാൽ ആ പ്ലെയിൻ്റെ പടവും കൊടുത്തിട്ടില്ല. ഇവർ പറയുന്നൊരു കൊച്ചു പ്ലെയിൻ
പൈലറ്റ് ഉറങ്ങി വന്നവിടെ ഇടിച്ചു, ഒരാൾ കൊല്ലപ്പെട്ടു, പൈലറ്റ് കൊല്ലപ്പെട്ടു, പിന്നെ 2 ഗ്ലാസ് പെയിൻസ് ഇളകി തറയെ വീണു. ഇതൊരു വലിയ ലാർജർ എയർക്രാഫ്റ്റ് ആണോ? ഒന്നുമേ അറിയാൻ നിവർത്തില്ല. അപ്പൊ തന്നെ അവര് വന്ന് അവിടെ എല്ലാം നല്ലതൊരു ഡ്രോൺ ലക്ഷ്യം തെറ്റി വന്ന് ഇടിച്ചു എന്ന് പറയുന്നതായിരുന്നു. അതെ, ഇത് ഡ്രോണിനേക്കാളും വലുതാണ്. അപ്പൊ ഇവന്മാര് ഇങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ഇതൊരു സൂചിക ഇൻഡിക്കേറ്ററാണ്. ചൈനയിൽ ഓൾ ഈസ് നോട്ട് വെൽ ഇൻ ചൈന. അതായത് ഈ പഴുതടച്ച സുരക്ഷ എന്നൊക്കെ അതും ബെയ്ജിങ് ക്യാപിറ്റലാണ്. ഈ ഞാൻ പറഞ്ഞില്ല, ഈ CCPയുടെ ഹെഡ്ക്വാർട്ടേഴ്സ്, മറ്റേ മിലിറ്ററി ഓഫീസേഴ്സ് താമസിക്കുന്നത്, ഇന്റർനാഷണൽ എയർപോർട്ട്. ഇനി ടിയാനോൻ സ്ക്വയറിൽ മറ്റേ ഇതുണ്ടല്ലോ, അതിനെ അവിടെ കൊണ്ട് ഇടിച്ച് ആണെങ്കിൽ ഇത് ലോകം മുഴുവൻ ശ്രദ്ധിക്കില്ലേ? അതാണോ ഇവർ പ്ലാൻ ചെയ്തത്? അവസാനം ഇതിലാണോ എൻഡ് ചെയ്തത്? അതോ 7 കിലോമീറ്റർ ദൂരെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിലാണോ കൊണ്ടിടിച്ച് പോയത്? അത്ര വലിയൊരു പ്രൊഫഷൻ പൈലറ്റ് ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഇവർക്ക് തെറ്റാം. അപ്പം ദിസ് ഈസ് എ ബിഗ് ഇൻസിഡൻറ്റ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക്. അപ്പം ഈ കനലിനെ ഉറുമ്പരിക്കുമോ എന്ന് തീക്കട്ടയല്ല, ഇത് വേറെ എന്തെങ്കിലും സൂര്യനെ ഉറുമ്പരിക്കുമോ എന്ന് പറഞ്ഞാലും ഇല്ല. ചൈന എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അവിടെ ഇതൊന്നും അസംഭവ്യമാണ്, ചിന്തിക്കാൻ പോലും പറ്റില്ല. ഒരു പ്ലെയിൻ വാടകയ്ക്ക് എടുത്തൊന്നും കൂടെ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പം ഇത് വേറെ. പക്ഷേ സാർ, ഈ സംഭവത്തിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി. ബെയ്ജിംഗ് നഗരത്തിൽ എയർ ഡിഫൻസ് ലോക്ക് ആ സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം. ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അത് വർക്ക് ചെയ്തിരുന്നെങ്കിൽ മിസൈൽ വെച്ചോ അല്ലെങ്കിൽ വേറെ ജെറ്റ്സിനെ അയച്ചോ. പിന്നെ കേൾക്കുന്നു എത്രമാത്രം ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ആക്ച്വലി 1-2 ജെറ്റ് പുറകെ വന്നെന്ന്, മറ്റേ F-17 അവരുടെ ഒരു പ്ലെയിൻ JF-17 വന്നെന്ന് പറയുന്നു. അതിനു മുമ്പ് ഇത് സംഭവം കഴിഞ്ഞെന്ന് പറയുന്നു. ഇനി വന്നെന്ന് ഇവർ പറയില്ല. വന്നെന്ന് ആണ് ഈ റിപ്പോർട്ട്സിൽ ആദ്യം വരുന്നത്. പക്ഷേ കാഷ്വാലിറ്റി എത്രയാണെന്നോ അവര് പറയുന്ന ഒരെണ്ണം, പിന്നെ ഒരു ഗ്ലാസ് പൊട്ടി, അത്രയേ ഉള്ളൂ. അപ്പോൾ ചൈനയിൽ അങ്ങനെയാണ്, വാർത്തകൾ പുറത്ത് വരില്ല. അതായത് നമ്മളിവിടെയൊക്കെ പറയില്ലേ തമാശയായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ, ചൈനയ്ക്ക് ഇന്ത്യക്കും മറ്റുള്ള രാഷ്ട്രങ്ങൾക്കും അത് ഇട്ട് കഴിഞ്ഞാൽ ചൈനയും പാകിസ്ഥാനും പറയും അത് ഇതാണ് വള്ളിനിക്കർ. ചൈനയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അത് ബർമുഡ എന്ന്. അതാണ് എന്തായാലും ചൈനയിൽ ഈ പറഞ്ഞ പോലെ തീക്കട്ടയിൽ ഉറുമ്പരിക്കുമോ എന്ന ചോദ്യം അന്വർത്ഥമാക്കിക്കൊണ്ടാണ് ചൈനയിൽ ഇങ്ങനെ ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഉറുമ്പരിക്കുമോ? അതായത് കുറച്ചുകൂടെ ഉചിതമായ ഒരു ചൊല്ലതായിരിക്കും. എന്തായാലും ചൈനയിലും ഇങ്ങനൊരു ആക്രമണം നടന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. അത് ആര് ചെയ്തു, എന്തിനു ചെയ്തു, ഈ പറഞ്ഞതുപോലെ ഒരു പൈലറ്റ് ഉറങ്ങിപ്പോയതാണോ, അത്രയ്ക്ക് നിസ്സാരമായിട്ട് തള്ളിക്കളയാവുന്നതാണോ ഈ ഒരു സംഭവം? എന്തായാലും ചൈന ആയതുകൊണ്ട് വാർത്തകളൊന്നും ചോരില്ല, വാർത്തകളൊന്നും പുറം ലോകം അറിയില്ല. ടിയാൻമെൻ സ്ക്വയറിൽ 10,000-കണക്കിന് വിദ്യാർത്ഥികളെയാണ് ടാങ്ക് കയറ്റി ചതച്ചരച്ചത്. എന്നിട്ടും വാർത്ത പുറത്ത് വന്നത് ചെറിയൊരു വിദ്യാർത്ഥി പ്രക്ഷോഭം എന്നാണ്. എന്തായാലും ഇതൊക്കെ നേരത്തെ മുമ്പ് അമേരിക്കയിൽ നടന്നു, ഇപ്പോഴിതാ ചൈനയിൽ നടന്നിരിക്കുന്നു. ഇത് ലോകമെങ്ങുമുള്ള മനുഷ്യരെ വളരെയധികം കൗതുകം കൊള്ളിക്കുന്ന, ആകാംക്ഷ ജനിപ്പിക്കുന്ന, അതേസമയം ഞെട്ടിക്കുന്ന ഒരു വാർത്ത കൂടിയാണ്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. നന്ദി. വന്ദേ മാതരം. വന്ദേ മാതരം.